ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ ബന്ധിപ്പിക്കുന്ന നഗരങ്ങളാണ് മുംബൈ, അഹമ്മദാബാദ്. കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ച 7 ബുള്ളറ്റ് ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ 350 കിലോമീറ്റർ. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. 2026 ഫെബ്രുവരിയിൽ മഹാത്മാഗാന്ധിയുടെ വെങ്കല പ്രതിമ മോഷണം പോയത് ഏത് വിദേശ രാജ്യത്തു നിന്നാണ്? മെൽബൺ, ഓസ്ട്രേലിയ. വ്യോമയാന മേഖലയുടെ സമഗ്രമായ വളർച്ചയ്ക്കാവശ്യമായ സാങ്കേതികവും ബൗദ്ധികവുമായ കേന്ദ്രമായി സിയാലിനെ മാറ്റാനായി നിലവിൽ വരുന്ന പദ്ധതിയാണ് സിയാൽ എയ്റോ പാർക്ക് പദ്ധതി. പദ്ധതിയുടെ ലക്ഷ്യം ഏവിയേഷൻ മേഖലയിലെ അറ്റകുറ്റപ്പണികൾ, പരിശീലനങ്ങൾ, സാങ്കേതിക സഹായ സേവനങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക. ഇന്ത്യൻ ഭരണഘടന പ്രകാരമുള്ള നിയമങ്ങൾ പാലിക്കാൻ തയ്യാറല്ലെങ്കിൽ രാജ്യം വിട്ടുപോകാൻ സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമാണ് വാട്സാപ്പ് മെറ്റ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച മലയാളികളുടെ ഹൃദയം കവർന്ന സംഗീത സംവിധായകൻ SP വെങ്കിടേഷ്. പൈതൃകം, ജനം എന്നീ സിനിമകളിലെ ഗാനങ്ങളിലൂടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് 1993. 2026 ഫെബ്രുവരിയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പ്രാർത്ഥനായോഗങ്ങൾ നടത്താൻ അധികൃതരുടെ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്നും അത് ഭരണഘടനയുടെ 25-ാം വകുപ്പ് ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശത്തിൻ്റെ പരിധിയിൽ വരുമെന്നും വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതി. 2026 ഫെബ്രുവരിയിൽ പ്രസവാവധി മൗലികാവകാശമാണെന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യരെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിക്കുന്ന അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ദൗത്യം ആർടെമിസ് 2. മനുഷ്യനെ ആദ്യമായി ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറക്കുന്ന ദൗത്യവും ആർടെമിസ് 2 തന്നെയാണ്. ആദ്യമായി ഒരു വനിത ചന്ദ്രനിലേക്ക് സഞ്ചരിക്കുന്ന ദൗത്യവും ആർടെമിസ് 2 തന്നെയാണ്. 10 ദിവസം നീളുന്ന ആർടെമിസ് ദൗത്യത്തിൽ 4 യാത്രക്കാരാണ് പോകുന്നത്. റീഡ് വൈസ്മാൻ കമാൻഡറായിട്ട് നാസയുടേതാണ്. വിക്ടർ ഗ്ലോവർ മിഷൻ പൈലറ്റ് നാസ. ക്രിസ്റ്റീന കോച്ച് മിഷൻ സ്പെഷ്യലിസ്റ്റ് നാസ. ജെറമി ഹാൻസൺ മിഷൻ സ്പെഷ്യലിസ്റ്റ് കനേഡിയൻ. വിക്ഷേപണ വാഹനം സ്പേസ് ലോഞ്ച് സിസ്റ്റം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് 1972 ഡിസംബറിൽ. 16ാമത്തെ ക്വസ്റ്റ്യൻ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ആദ്യ മലയാളി അമ്പയർ ടോണി ഇമ്മട്ടി തൃശ്ശൂരുകാരിയാണ്. കലാപത്തെ തുടർന്ന് 1 വർഷമായി രാഷ്ട്രപതി ഭരണത്തിലുള്ള മണിപ്പൂരിൽ പുതുതായി ചുമതലയേൽക്കുന്ന മുഖ്യമന്ത്രി യുമാൻ ഖേംചന്ദ്. ഉപമുഖ്യമന്ത്രിയാണ് നിംച കിപ്ഗെൻ. ISROയുടെ PSLV വിക്ഷേപണ ദൗത്യങ്ങൾ തുടർച്ചയായി 2 തവണ പരാജയപ്പെട്ടത് അന്വേഷിക്കാൻ തുമ്പ VSSയിലെത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. PSLVയുടെ പരാജയ ദൗത്യങ്ങൾ ഏതൊക്കെയാണ്? 2025 മെയ് 18 PSLVയുടെ 61ാം ദൗത്യം. 2026 ജനുവരി 12 PSLVയുടെ 62ാം ദൗത്യം. ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ. ലോക അർബുദ ദിനം ഫെബ്രുവരി 4. 2026 പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക്. അർബുദ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? യുണൈറ്റഡ് ബൈ യുണീക്ക്. ഉപകാരപ്രദങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.